السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. മുഅ്മിനീങ്ങളെ, തസ്ബീഹ് നിസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. റമദാനിൻ്റെ അവസാനത്തെ പത്താണല്ലോ, ലൈലത്തുൽ ഖദ്ർ എന്നൊക്കെ പ്രതീക്ഷിക്കുന്ന രാവുകളാണ്. ഇതിലൊറ്റയിട്ട രാവുകൾ തസ്ബീഹ് നിസ്കാരം നമ്മളൊക്കെ സാധാരണയിൽ നിർവഹിക്കുന്നതാണ്. അല്ലാഹു തആല ഈ പ്രാവശ്യവും തസ്ബീഹ് നിസ്കാരം തെറ്റാത്ത രൂപത്തിൽ നിർവഹിക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും നമ്മുടെ പാപങ്ങളൊക്കെ പൊറുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചുരുങ്ങിയ സമയം കൊണ്ട് തസ്ബീഹ് നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ രൂപം നിങ്ങളിലേക്ക് അവതരിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. തസ്ബീഹ് നിസ്കാരത്തിൻ്റെ കൃത്യമായ സമയവും ഏതൊക്കെ സമയങ്ങളിൽ പാടില്ല എന്നും പാടില്ലാത്ത 2-3 സമയങ്ങളുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്, ഏത് തസ്ബീഹാണ്, നിയ്യത്തിൻ്റെ രൂപം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഏതൊക്കെ സൂറത്തുകളാണ് ഓതേണ്ടത്. ഇനി അഥവാ തസ്ബീഹ് നമ്മൾ മറന്നുപോയാൽ, സുജൂദിലോ റുക്കൂയിലൊക്കെ ചൊല്ലാൻ മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്? മടങ്ങി ആ മുമ്പുള്ളതിലേക്ക് തന്നെ പോകണോ, അല്ല തുടർന്ന് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്? സഹവിൻ്റെ സുജൂദ് ചെയ്യണോ? ഇങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അതിനൊക്കെ നമ്മൾ മറുപടി പറയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നല്ല രൂപത്തിൽ നിർവഹിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ക്ലാസ് നമ്മൾ പരമാവധി ആളുകളിലേക്ക് എത്തിച്ച് മറ്റുള്ളവർ കൂടി തസ്ബീഹ് നിസ്കരിക്കാൻ നമ്മളൊരു കാരണമാകണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തആല നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ആദ്യമായി നമ്മൾ വുളുവൊക്കെടുത്ത് വൃത്തിയായി വന്ന് നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ചില ആളുകളെങ്കിലും ചെയ്യുന്ന ഒരു അബദ്ധമാണ് ബാങ്കും ഇഖാമത്തും കൊടുക്കുക. ഇത് സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് അത് വേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 2 റക്അത്തുകളായി നിസ്കരിക്കാം, അതുപോലെ തന്നെ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുകയും ചെയ്യാം. പകലാണ് നമ്മൾ നിസ്കരിക്കുന്നത് എങ്കിൽ ഒന്നിച്ച് 4 റക്അത്ത് നിസ്കരിക്കലാണ് നല്ലത്. എന്നാൽ രാത്രിയാണ് നിസ്കരിക്കുന്നതെങ്കിൽ ഈ 2 റക്അത്തുകളായി 2 റക്അത്തായി സലാം വീട്ടി പിന്നീട് 2 റക്അത്ത് നിസ്കരിക്കുന്ന രൂപമാണ് നല്ലത്. പകൽ സമയത്താകുമ്പോൾ എല്ലാ സമയത്തും നിസ്കരിക്കാൻ പാടില്ല. മുത്ലഖൻ സുന്നത്ത് നിസ്കാരങ്ങൾ കറാഹത്തുള്ള സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ തസ്ബീഹ് നിസ്കാരവും പാടില്ല, അത് കറാഹത്താണ്. അതിലൊന്നാമത്തെ സമയം സുബ്ഹ് നിസ്കാര ശേഷമാണ്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ തസ്ബീഹ് നിസ്കരിക്കാൻ പാടുള്ളൂ. അപ്പോൾ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീഹ് നിസ്കരിക്കുക എന്നുള്ള രൂപം പാടില്ല. സൂര്യനെ കൊതിച്ച് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഒരു കുന്തത്തിൻ്റെ ഖദർ ഉയർന്നതിന് ശേഷം നമ്മൾ നിസ്കരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ സമയം നട്ടുച്ച സമയത്താണ്. നട്ടുച്ച സമയത്തും നിസ്കരിക്കാതിരിക്കലാണ് ഉത്തമം. എന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ എക്സെപ്ഷനാണ്. വെള്ളിയാഴ്ച നമുക്ക് നട്ടുച്ച സമയത്തും നിസ്കരിക്കാം. മൂന്നാമതൊരു സമയം അസ്ർ നിസ്കാര ശേഷമാണ്. അസ്ർ നിസ്കാരം കഴിഞ്ഞ് മഗ്രിബ് വരെയുള്ള സമയത്ത് നിസ്കരിക്കാൻ പാടില്ല, അത് കറാഹത്താണ്. ഈ 3 സമയങ്ങൾ ശ്രദ്ധിക്കുക. ഈ സമയങ്ങളല്ലാത്ത ഏത് സമയത്തും, ളുഹാ സമയത്തും അതുപോലെ തന്നെ തറാവീഹിക്ക് ശേഷവും തറാവീഹിന് മുമ്പും ഒക്കെ നമുക്ക് ഈ തസ്ബീഹ് നിസ്കാരം നിർവഹിക്കാവുന്നതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ പറഞ്ഞു വന്നത് നിയ്യത്താണ്. എന്താണ് നിയ്യത്ത് ചെയ്യേണ്ടത്? അപ്പോൾ ഈ 2 റക്അത്തുകളായി നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് ചെയ്യേണ്ടത് ഉസല്ലി സുന്നത്ത തസ്ബീഹ് റക്അത്തൈനി മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് ഖിബ്ലക്ക് മുന്നിട്ട് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഇനി 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിയ്യത്ത്? അവിടെ റക്അത്തൈനി എന്നുള്ളത് 2 റക്അത്ത് എന്നുള്ളത് 4 റക്അത്താക്കി മാറ്റുക. അഥവാ ഉസല്ലി സുന്നത്ത തസ്ബീഹ് 4 റക്അത്തിൻ മുതവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി ലില്ലാഹി തആല. തസ്ബീഹ് സുന്നത്ത് നിസ്കാരം 4 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. അതിനുശേഷം തക്ബീർ ചൊല്ലി വജ്ജഹ്തു ഫാത്തിഹ സൂറത്ത് ഓതി അതിനുശേഷമാണ് പിന്നെ തസ്ബീഹ് ചൊല്ലേണ്ടത്. അപ്പോൾ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സൂറത്ത് ഓതുമ്പോൾ ഒന്നാമത്തെ റക്അത്തിൽ ചൊല്ലേണ്ട സൂറത്ത് ഏതാണ്? അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ എന്ന് തുടങ്ങുന്ന സൂറത്ത്. മൂന്നാമത്തെ റക്അത്തിൽ
സൂറത്തുൽ കാഫിറൂൻ, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് തുടങ്ങുന്ന സൂറത്താണ് ഓതേണ്ടത്. 4-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു ആണ് ഓതേണ്ടത്. അപ്പോൾ ഈ സൂറത്തുകൾ അറിയാത്തവരുണ്ട് എങ്കിൽ അറിയുന്ന ഏതെങ്കിലുമൊക്കെ സൂറത്ത് ഓതിയാൽ മതി. അങ്ങനെ നിസ്കരിക്കുക. അങ്ങനെ സൂറത്ത് ഓതിയതിന് ശേഷം, ഇപ്പോൾ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ ഫാത്തിഹ ഓതി സൂറത്ത് ഓതിയതിന് ശേഷം പിന്നീട് 15 തവണ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് തസ്ബീഹ് ചൊല്ലുക. ഇത് പൂർണ്ണമായി ചൊല്ലാൻ കഴിയാത്തവർ, സമയമില്ലാത്തവർ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. എന്ന് 15 തവണ സൂറത്ത് ഓതിയതിനു ശേഷം ചൊല്ലുക. ശേഷം റുക്കോയിലേക്ക് പോകുന്നു. റുക്കോയിൽ 3 തവണ തസ്ബീഹ് ചൊല്ലുന്നു, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദിഹി. അതിനുശേഷം 10 തവണ നമ്മൾ ഈ തസ്ബീഹ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി തുടങ്ങുന്ന തസ്ബീഹ് ചൊല്ലുന്നു. ശേഷം ഇഅ്തിദാലിലേക്ക് വരുന്നു. ഇഅ്തിദാലിൽ റബ്ബനാ ലക്കൽ ഹംദ് തുടങ്ങുന്നത് ചൊല്ലിയതിനു ശേഷം അതിനുശേഷം 10 തവണ ചൊല്ലുന്നു. ശേഷം സുജൂദിലേക്ക് വരുന്നു. സുജൂദിലും അതുപോലെ തന്നെ ദിക്റുകൾക്ക് ശേഷം ചൊല്ലുന്നു. പിന്നെ ഇടയിലെ ഇരുത്തം, സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിൽ വരുന്നു. അവിടെയും റബ്ബി ഗഫിർലി വർഹംനി ആ ദിക്ർ ചൊല്ലിയതിനു ശേഷം ഈ നമ്മൾ പറഞ്ഞ തസ്ബീഹ് 10 തവണ ചൊല്ലുന്നു. ശേഷം വീണ്ടും 2-ാമത്തെ സുജൂദിലേക്ക് പോകുന്നു. അവിടെയും നേരത്തെ പറഞ്ഞതുപോലെ സുജൂദിലെ ദിക്റുകൾക്ക് ശേഷം നമ്മൾ 10 തവണ ചൊല്ലുന്നു. അതിനുശേഷം ശ്രദ്ധിക്കുക, 2-ാമത്തെ സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ ഇരിക്കുകയാണ് വേണ്ടത്. നേരെ ഖിയാമിലേക്ക് ഉയരാൻ പാടില്ല. അതിനുശേഷം അഥവാ 2-ാമത്തെ സുജൂദിൽ നിന്ന് ഇരുത്തത്തിലേക്ക് പോവുക. അഥവാ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം നമ്മൾ മറ്റ് നിസ്കാരങ്ങളിൽ ഇരിക്കാറുണ്ട്. ഒന്ന് ഇരുന്ന് എഴുന്നേൽക്കാറുണ്ട്, സുജൂദിൽ നിന്ന് ഇരുന്ന് എഴുന്നേൽക്കാറുണ്ട്. ആ ഒരു ഇരുത്തമാണ് ഇസ്തിറാഹത്തിന്റെ ഇരുത്തം. അത് ആ ഒരു ഇരുത്തം ഇരുന്നതിന് ശേഷം അല്ലാഹു അക്ബർ എന്ന് സുജൂദിൽ നിന്ന് ഉയർന്ന് ഇരിക്കുക. ഇരുന്നിട്ട് അവിടെ 10 തവണ ഈ തസ്ബീഹ് ചൊല്ലുക. ശേഷം ഖിയാമിലേക്ക് 2-ാമത്തെ റക്അത്തിലേക്ക് ഉയരുമ്പോൾ ശ്രദ്ധിക്കണം, അവിടെ തക്ബീറിന്റെ ആവശ്യമില്ല. തക്ബീർ നമ്മൾ നേരത്തെ സുജൂദിൽ നിന്ന് ഉയർന്ന് ഇരുന്ന സമയത്ത് നമ്മൾ ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്തിറാഹത്തിന്റെ ഇരുത്തത്തിൽ നിന്ന് ഉയരുമ്പോൾ ആ ഒരു തക്ബീർ അല്ലാഹു അക്ബർ എന്ന തക്ബീർ ചൊല്ലേണ്ടതില്ല, ഉയർന്നാൽ മാത്രം മതി. അങ്ങനെ 2-ാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതുന്നു, സൂറത്ത് ഓതുന്നു. നേരത്തെ പറഞ്ഞ 2-ാം റക്അത്തിൽ ഓതാനുള്ള സൂറത്ത് ഓതി, വൽ അസ്ർ സൂറത്ത് ഓതി നമ്മൾ അതുപോലെ 15 തവണ ചൊല്ലുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ റുക്കോയിലും ഇഅ്തിദാലിലും സുജൂദിലും ഇടയിലിരുത്തത്തിലും ഒക്കെ ചെയ്യാം. പിന്നെ അത്തഹിയ്യാത്തിലെത്തി, 2-ാമത്തെ റക്അത്തിൽ അത്തഹിയ്യാത്തിലെത്തിയാൽ അത്തഹിയ്യാത്ത് ഓതുന്നു, സ്വലാത്ത്, ദുആ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്നത് 10 തവണ അവിടെയും ചൊല്ലുന്നു. അങ്ങനെ ടോട്ടൽ നമ്മൾ ഒരു റക്അത്തിൽ 75 തവണ, അങ്ങനെ 2 റക്അത്ത് 4 റക്അത്ത് ആകുമ്പോൾ 300 തവണ തസ്ബീഹായി. അപ്പോൾ ഇതാണ് ഒരു രൂപം. ഇനി നമുക്ക് വരുന്ന സംശയങ്ങളാണ്. അപ്പോൾ ഇതാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ട രൂപം. ഈ 2 റക്അത്ത് ആണെങ്കിലാണ്, ഈ 2 റക്അത്ത് അല്ല എങ്കിൽ 4 റക്അത്ത് ഒരുമിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ അത്തഹിയ്യാത്ത് ഇരുന്നു, അത്തഹിയ്യാത്ത് സ്വലാത്ത് ഒക്കെ കഴിഞ്ഞ് അത്തഹിയ്യാത്തും സ്വലാത്തും കഴിഞ്ഞതിന് ശേഷം നമ്മൾ 10 തവണ ചൊല്ലുന്നു. തസ്ബീഹ് ചൊല്ലിയതിന് ശേഷം ഖിയാമിലേക്ക് വരുന്നു. അങ്ങനെ നിസ്കാരം പൂർത്തിയാക്കുന്നു. സംശയമുള്ള ആളുകൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി. അതിനുള്ള മറുപടി ഇൻഷാ അല്ലാഹ് കമൻറ്റിലൂടെ തന്നെ നിങ്ങൾക്ക് തരും. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനി ചില ആളുകൾക്ക് സംശയം, ജമാഅത്ത് സുന്നത്തുണ്ടോ? വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ തറാവീഹൊക്കെ ജമാഅത്തായി നിസ്കരിക്കുമല്ലോ, അത് കഴിഞ്ഞ് ജമാഅത്ത് സുന്നത്തായിട്ട് ജമാഅത്തോടു കൂടെ തന്നെ ഈ തസ്ബീഹ് നിസ്കരിക്കണോ? അപ്പോൾ അതിന് പറയാനുള്ളത്, തസ്ബീഹ് നിസ്കാരത്തിന് ജമാഅത്ത് സുന്നത്തില്ല. എന്നാൽ പള്ളികളിലും മറ്റുമൊക്കെ തസ്ബീഹ് നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കാറുണ്ട്. അത് ആളുകൾക്ക് അറിവില്ലാത്ത ആളുകൾക്ക് തെറ്റാതെ നിസ്കരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ജമാഅത്തായി നിസ്കരിക്കുന്നത്. അതിന് പ്രത്യേകമായി ഒരു സുന്നത്ത് ഇല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഒന്ന് മറന്നുപോയാൽ എന്താണ് ചെയ്യേണ്ടത്? തസ്ബീഹ് നിസ്കാരത്തിൽ നമ്മൾ സാധാ നിസ്കാരം നിസ്കരിച്ച് പരിചയമുള്ള നമുക്ക് തസ്ബീഹ് നിസ്കാരത്തിൽ ചിലപ്പോൾ
തസ്ബീഹ് മറന്നു പോകും. അഥവാ റുക്കൂഇൽ പോയി സുബ്ഹാന റബ്ബിൽ അദീം ബിഹംദിഹി, സുബ്ഹാന റബ്ബിൽ അദീം ബിഹംദിഹി, സുബ്ഹാന റബ്ബിൽ അദീം ബിഹംദിഹി. അതിനുശേഷം ഈ സുബ്ഹാനല്ലാഹി എന്ന് തുടങ്ങുന്ന ഈ തസ്ബീഹ് ചൊല്ലാതെ നമ്മൾ ഇഅ്തിദാലിലേക്ക് വന്നാൽ അവിടെ നമ്മൾ എന്താണ് ചെയ്യുക? റുക്കൂയിലേക്ക് തന്നെ മടങ്ങണോ മടങ്ങണ്ടേ? ഈ തസ്ബീഹ് ചെല്ലാൻ വേണ്ടി റുക്കൂയിലേക്ക് തന്നെ പോകണോ എന്ന് ചില ആളുകൾക്ക് സംശയമുണ്ടാകും. അതിന് മറുപടി, ഒരിക്കലും ഒരു റുക്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോയാൽ പിന്നീട് മുമ്പുള്ളതിലേക്ക് തസ്ബീഹിന് വേണ്ടി മടങ്ങാൻ പാടില്ല എന്നതാണ്. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? റുക്കൂഇൽ നമ്മൾ തസ്ബീഹ് മറന്നാൽ അത് നമ്മൾ സുജൂദിൽ വീണ്ടെടുക്കാം. അപ്പോൾ സുജൂദിൽ 10, നേരത്തെ നഷ്ടപ്പെട്ട റുക്കൂഇൽ നഷ്ടപ്പെട്ട 10, 20 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി എന്ന് തുടങ്ങുന്ന 20 തവണ ചൊല്ലാം. എന്നാൽ റുക്കൂഇൽ മറന്നത് ഇഅ്തിദാലിൽ, അതിൽ ഒരിക്കലും നമ്മൾ വീണ്ടെടുക്കാൻ പാടില്ല. കാരണം ഇഅ്തിദാലി എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം മാത്രം അനുവദിക്കുന്ന റുക്നാണ്, അത് നീണ്ടുപോകാൻ പാടില്ല. അപ്പോൾ അവിടെ നമ്മൾ ഒരിക്കലും വീണ്ടെടുക്കരുത്. അതുപോലെ തന്നെ സുജൂദിൽ നമ്മൾ തസ്ബീഹ് മറന്നു, 10 തവണ ചൊല്ലാൻ മറന്നാൽ ഇടയിലുള്ള ഇരുത്തത്തിൽ, ഈ 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തത്തിൽ ഒരിക്കലും നമ്മൾ അത് വീണ്ടെടുക്കാൻ പാടില്ല. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമത്തെ സുജൂദിൽ മറന്നാൽ രണ്ടാമത്തെ സുജൂദിൽ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും, അങ്ങനെ പറ്റും. അപ്പം ഇഅ്തിദാല് 2 സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം, ഇവിടെ 2 സ്ഥലങ്ങളിലും ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ട തസ്ബീഹുകൾ വീണ്ടെടുക്കാൻ പാടില്ല. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് ഏകദേശമൊക്കെ ക്ലിയറായി എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് കമൻ്റായി രേഖപ്പെടുത്താം, കമൻറ്റിലൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് കാണുമ്പോൾ മറുപടി തരും. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ് സ്വീകരിക്കുമാറാകട്ടെ. നമ്മൾ പറഞ്ഞതൊക്കെ അല്ലാഹു തആല കബൂലാക്കട്ടെ. ഈ റമളാൻ നമുക്ക് അനുകൂലമാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് ഇതൊരുപാട് ആളുകളിലേക്ക് നിങ്ങൾ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മൾ കാരണം മറ്റൊരാൾ തസ്ബീഹ് നിസ്കരിച്ചാൽ അതിൻ്റെ കൂടി പ്രതിഫലം നമുക്ക് ലഭിക്കുമല്ലോ. ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നവരുണ്ടാകും, ഓർമ്മയില്ലാത്തവരുണ്ടാകും. അപ്പം നമ്മളൊന്ന് അയക്കുമ്പോഴായിരിക്കും അവർ ഓർമ്മിക്കുന്നതും അവർ ചെയ്യാൻ ഉത്സാഹിക്കുന്നതൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെല്ലാവരും ശ്രദ്ധിക്കുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക.